CPM കേന്ദ്ര കമ്മിറ്റി ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. അതായത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. അതായത് കഴിഞ്ഞ 10 കൊല്ലം ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതശൈലി എന്നിങ്ങനെയുള്ള മോശം പ്രവണത ചില നേതാക്കൾക്കുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പല നേതാക്കൾക്കും അണികൾക്കും പ്രവർത്തകർക്കും ഇതിൽ പരാതി ഉണ്ടായിരുന്നിട്ടും എതിർപ്പുണ്ടായിരുന്നിട്ടും അത് തിരുത്താൻ ശ്രമിക്കാതെ ഒരു സ്വേച്ഛാധിപത്യ, പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യ നടപടിയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് ഈ കഴിഞ്ഞു പോയ സർക്കാരിൽ ഉണ്ടായിരുന്നത് എന്ന് CPM പാർട്ടി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അതൊരു നല്ല വിലയിരുത്തലായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോഴും പാർട്ടിയിലോ ഉള്ളവർക്കൊന്നും അറിയത്തില്ല ഇതെന്ത് സംഭവിച്ചു, സംസ്ഥാനത്തിലെ CPM-ന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം. CPM-ന് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ സത്യത്തിൽ അവരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യം. പാർട്ടി തോറ്റു. അത് പിന്നെ ഇനിയിപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഉമ്മൻചാണ്ടി വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന 11 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് പാർട്ടിക്ക്, അതായത് CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് പാർട്ടിയുടെ ആ ഒരു സെക്രട്ടറിഷിപ്പിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പിൻ്റെ ഒരു ആകെ തുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം VS അച്യുതാനന്ദൻ ഭരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്ക് ഏറെക്കുറെ തീരുമാനമെടുക്കുന്നതും ഒരു മേൽനോട്ടമുണ്ട്. ഇപ്പോൾ ഇവിടെ മേൽനോട്ടം ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ പാർട്ടിയിലെ ഏറ്റവും പവർഫുള്ളാണ്. നമ്മുടെ കേരളത്തിൽ പിണറായി വിജയനോളം പോകുന്ന ഒരു നേതാവ് സത്യത്തിൽ UDF-ലും ഇല്ല, LDF-ലും ഇല്ല. അത്രയും കരുത്തനായ ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ആ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് മുഖ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് വളരാൻ പറ്റിയ മറ്റ് നേതാക്കന്മാരാരും പാർട്ടിയിലില്ല വേറെ. അതൊരു പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമാണ്. കാര്യം ഒരു തെറ്റ് ചെയ്താൽ അതിനെ തിരുത്താൻ ആര് തിരുത്താൻ? ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, പിണറായി വിജയൻ സെക്രട്ടറിയിൽ നിന്ന് മാറുന്നു, പിണറായി വിജയൻ മാറി കോടിയേരി സഖാവ് വരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഇതിലേക്ക് വരുന്ന സമയത്തും നോക്കൂ പാർട്ടി അപ്പോഴും ശക്തമാണ്. കാര്യം കോടിയേരി ബാലകൃഷ്ണന് അവിടെ പവറുണ്ട്, പവറുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് കോടിയേരി അവിടെ നിൽക്കുന്നത്. അപ്പോൾ കോടിയേരിക്ക് നല്ല പവറുണ്ട്. കാര്യം പിണറായി വിജയനോളം പോകുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു കോടിയേരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോടിയേരി അവിടെ നിൽക്കുന്നു, തന്നെ കണ്ണൂരിൻ്റെ ഒരു ശക്തനായ ഒരു വക്താവ് എന്നുള്ള നിലയിൽ. അതിനുശേഷം കോടിയേരി സഖാവിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് വരുന്നത് വിജയരാഘവനാണ് പാർട്ടിയുടെ താൽക്കാലിക സെക്രട്ടറി എന്നുള്ള നിലയിൽ. അതൊരു കൃത്യമായ തീരുമാനമല്ല എങ്കിലും ഒരു പാർട്ടിയുടെ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ അവിടെ മുതൽ പാർട്ടിയുടെ അപജയം ആരംഭിച്ചു എന്ന് വേണേൽ പറയാം. വിജയരാഘവനെ കൊണ്ടൊന്നും CPM പോലെ ഒരു പാർട്ടിയൊന്നും നേരായ വഴിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. തന്നെയല്ല, അവിടെ നിൽക്കുന്ന പിണറായി വിജയനെ പോലെ ഒരു നേതാവ് അപ്പുറത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ എന്താ പറയുക, പാർട്ടിയുടെ ഒരു പാർലമെൻ്ററി കാര്യത്തിൽ നിൽക്കുമ്പോൾ ഔദ്യോഗിക പക്ഷം കുറച്ചുകൂടെ ശക്തമാകേണ്ടതുണ്ട്. അതിനുശേഷം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് വരുന്ന MV ഗോവിന്ദൻ മാഷാണ്. അപ്പോൾ MV ഗോവിന്ദൻ മാഷും പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, MV ഗോവിന്ദൻ മാഷ് ഒരു സ്ട്രൈക്കറല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഒരു സെക്രട്ടറിഷിപ്പിലേക്ക് വരാൻ പറ്റിയ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരു സൈദ്ധാന്തിക ഒരു മൂലയിലേക്ക് പോകേണ്ട ഒരാളാണ്. അദ്ദേഹം പാർട്ടി ക്ലാസുകൾ സംഘടിപ്പിക്കാനും പാർട്ടിയിൽ ചില കോർഡിനേഷൻസ് നടത്താനും ഒക്കെ അദ്ദേഹം മികച്ച ഒരാളാണ്, ദുർബലനാണ്. മറ്റു നമ്മൾ നോക്കി പിണറായി വിജയൻ അതിനു മുമ്പ് എന്താ പറയുക, EK നായർ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്, VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്, പിണറായി വിജയൻ ഇരുന്നിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്നിട്ടുണ്ട്. പിന്നീട് അതിന് മുമ്പ് വേറെ ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാവരെയും പറയാൻ പറ്റാത്തതുകൊണ്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, പിന്നീട് വന്ന MV ഗോവിന്ദൻ മാഷിന് ഇതിന് പറ്റിയ ഒരു ക്വാളിറ്റി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാർട്ടിയെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഇല്ല. ഈ MV ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം പാർട്ടിയിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതാണ് കേന്ദ്ര കമ്മിറ്റി നിരീക്ഷിച്ചത്. അതായത് സ്വജനപക്ഷപാതമുണ്ട്, അത് പാർട്ടിക്കകത്തുണ്ട്. ഈ പറയുന്ന പോലെ ആർഭാട ജീവിത നേതാക്കന്മാരുടെ അത് വലിയൊരു പ്രശ്നമാണ്. നമുക്കറിയാം ഈ ആർഭാട ജീവിതം എല്ലാ പാർട്ടി നേതാക്കന്മാർക്കും ഇന്നോവ ക്രിസ്റ്റയിൽ കുറയാത്ത വാഹനമുണ്ട്, എല്ലാ പാർട്ടി നേതാക്കന്മാർക്കും. ഇത് സാധാരണ അണികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക.
അണികൾ സമരം ചെയ്യാനും അവിടെ പോകാനും ഇവിടെ പോകാനും നിൽക്കുമ്പോൾ ഇവിടുത്തെ പാർട്ടിയിലെ ഒരു തുക്കട നേതാവ് പോലും ഇന്നോവ ക്രിസ്റ്റയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പം അവർ സ്വജനപക്ഷപാതവും നടത്തിയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അവർ നേരായ മാർഗത്തിലല്ലാതെയും പണം സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി പാർട്ടിയെ കണ്ടു. അതൊരു വലിയ പ്രശ്നമായി തന്നെയാണ്. പിന്നെ പ്രാദേശിക നേതൃത്വത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രാദേശിക നേതൃത്വത്തെ പോലും കൃത്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. അവിടെ രണ്ട് ചേരി തിരിഞ്ഞ് പാർട്ടിക്കാർ തമ്മിൽ തല്ലുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കൗൺസിലർ നാസർ എന്നാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, അയാളുടെ വാഹനം പിടിച്ചെടുക്കുന്നു, പോലീസ് പിടിച്ചെടുക്കുന്നു. വലിയ ലോറി, ടോറസ് ലോറി പിടിച്ചെടുക്കുന്നു. എന്തിനു പിടിച്ചെടുത്തു? വളരെ സിമ്പിളാണ്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തി. അതാണ്, അയാളുടെ വാഹനം പിടിച്ചെടുക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനം പുള്ളി പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാതെയാണ് ഈ വാഹനത്തിൽ ഇത് കടത്തിയത്, ഇത്ര ആയിരം രൂപ ഞാൻ പ്രതിമാസം ഈ CC അടയ്ക്കണം, പിന്നെ ഇൻഷുറൻസ്, ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ തരത്തിൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ തന്നെയും അതൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാജയം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് ബാധിക്കുന്ന പാർട്ടി ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഇപ്പം നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകും. ഇത് ആദ്യം പാർട്ടിയുടെ ഒരു ചെറിയ പരിമിതിയാണ്. കാരണം MP ഗോവിന്ദൻ മാഷെ പോലുള്ള ഒരു പാർട്ടി സെക്രട്ടറി വെറും റബ്ബർ സ്റ്റാമ്പായി പോകുന്ന പോലെ ഒരു തോന്നൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ പ്രവർത്തകൻ ഉണ്ടായി കഴിഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയില്ല. കാര്യം MP ഗോവിന്ദൻ മാഷ് പറയുന്നത് ഗോവിന്ദൻ മാഷിന് മാത്രമേ മനസ്സിലാവൂ. MP ഗോവിന്ദൻ മാഷ് പറയുന്നത് ചിലപ്പോൾ ചില പാർട്ടി നേതാക്കന്മാർക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ മാധ്യമപ്രവർത്തകർ ചെന്ന് ബൈറ്റ് എടുക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഗോവിന്ദൻ മാഷ് പറയുന്ന ആ മലയാളം നമുക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറേ സമയം വേണ്ടി വരും. എന്നിട്ടല്ലേ അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റൂ ഗോവിന്ദൻ മാഷിനോട്. അപ്പോൾ അങ്ങനെയൊക്കെ ഗോവിന്ദൻ മാഷിൻ്റെ സംസാര ശൈലിയൊക്കെ പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര താത്വികമായി ബുദ്ധിജീവി തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. അതൊക്കെ താഴേക്ക് വരണമെന്നേ. സാധാരണ മനുഷ്യരുടേതാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ താഴേക്കിടയിലേക്ക് വന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ സംസാരിച്ചാലേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് ഗോവിന്ദൻ മാഷിനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അതേസമയം എന്തുകൊണ്ടാണ് VD സതീശൻ കയറി വന്നത്? VD സതീശന് സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. VD സതീശൻ കള്ളമാണ് പറയുന്നതെങ്കിലും അല്ലെങ്കിൽ സത്യമാണ് പറയുന്നതെങ്കിലും അദ്ദേഹം പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് VD സതീശൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അതിവിടെ ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തുടക്കത്തിൽ എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു MP ഗോവിന്ദൻ മാഷിന്റെ ഒരു പോരായ്മയെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച, മീൻസ് എനിക്ക് തോന്നുന്നു അതുവരെ പാർട്ടിക്കകത്ത് ഒതുങ്ങി നിന്നത് പുറത്തേക്ക് വന്നു തുടങ്ങി. അതെ, ആ ഒരു എതിർപ്പൊക്കെ ഉണ്ടായി. പിന്നീട് നമ്മൾ നോക്കിയാൽ പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം, കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണ്ണയം അമ്പേ പാളിപ്പോയെന്നേ. അത് നല്ല രീതിയിൽ പാളിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഒന്ന്, പിന്നെ അവിടെ കണ്ണൂർ ജില്ല പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയായ സ്ഥലത്ത് പോലും ഇപ്പോൾ ഒന്ന് ശൈല ടീച്ചറിനെ കൊണ്ടുവന്നിട്ട് മത്സരിപ്പിച്ച് എവിടെയാണ്, പേരാവൂരിലാണ് കൊണ്ടുപോകുന്നത്. അത് വലിയൊരു പരാജയമായി നമുക്ക് കാണാം. പിന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്യാമള ടീച്ചറെ ഇറക്കി, MP ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. TK ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അവിടെ ശ്യാമള ടീച്ചറെ മത്സരിപ്പിക്കരുതായിരുന്നു എന്നുള്ള കാര്യം TK ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. TK ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോഴാണ് വിമതനായത്. അദ്ദേഹം പാർട്ടിയോട് വളരെ അടുത്ത് നിന്ന ശക്തനായ ഒരു നേതാവ് തന്നെയാണ് TK ഗോവിന്ദൻ മാസ്റ്റർ. അപ്പം പുള്ളി പറഞ്ഞ് അനുസരിക്കേണ്ടതായിരുന്നു. അത് അന്നേരം എന്ത് ചെയ്തു? പാർട്ടി ഗോവിന്ദൻ മാസ്റ്ററെ കടന്നാക്രമിച്ചു. അത് തെറ്റാണ്. ഗോവിന്ദൻ മാസ്റ്ററെ എന്തിനാണ് ഗോവിന്ദൻ മാസ്റ്റർ അത് പറഞ്ഞത് എന്നുള്ളതല്ല ചിന്തിച്ചത്. ഗോവിന്ദൻ മാസ്റ്ററെ കടന്നാക്രമിച്ചു. ഈ ഇപ്പോൾ പറയുന്ന പോലെ വി കുഞ്ഞികൃഷ്ണൻ അവിടെ നിന്ന് പയ്യന്നൂരിൽ നിന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ അവിടുത്തെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു. ഓക്കെ, ആ ഫണ്ട് വെട്ടിച്ച സാഹചര്യത്തിൽ അതിനെ കൃത്യമായി പാർട്ടിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി അത് പറഞ്ഞ് ജനങ്ങളിലേക്ക് കൃത്യമായ കണക്കുകൾ എത്തിക്കാനല്ല പാർട്ടി ശ്രമിച്ചത്. പകരം കുഞ്ഞികൃഷ്ണനെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. കുഞ്ഞികൃഷ്ണ സഹാവിനെ അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കത്തിക്കുന്നു, വീട്ടിൻ്റെ കിടക്കുന്ന വാഹനങ്ങൾ കത്തിക്കുന്നു, അദ്ദേഹത്തിനെ അനുകൂലിച്ചവരുടെ വാഹനങ്ങൾ കത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു അക്രമ സംഭവത്തിലേക്കും അക്രമ രാഷ്ട്രീയത്തിലേക്കും പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയെല്ലാം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പം കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം അമ്പേ പാളിപ്പോയി എന്നുള്ളതിനെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കൂ, ഇവിടെ ഒരു സംഘപരിവാറിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ സംഘപരിവാറാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു. ഇപ്പം നമ്മൾ ജൻസി സമരത്തിലൊക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ച, അവിടെ മറ്റു രാഷ്ട്രീയക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, A റഹീം, ഇവരെല്ലാം അവിടെ വലിയൊരു പങ്കാളിത്തം കാഴ്ചവെച്ചതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സംഘപരിവാറിനെതിരായി ഒരു പ്രഖ്യാപിത നിലപാട് ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ നിലപാട് വളരെ കൃത്യമായി ഉള്ള സാഹചര്യത്തിൽ ഇവിടെ ശബരിമല പിന്നെ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ ഏറ്റവും വലിയ സംഖ്യയായ രാജ്യത്തെ മുസ്ലിങ്ങളെ ഒന്നാകെ ബുൾഡോസർ വഴി കയറ്റി കൊല്ലാൻ ആഗ്രഹിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം, ആശംസാ പ്രസംഗം ഒരിക്കൽ പോലും വായിക്കാൻ പാടില്ലായിരുന്നു. അത് ആശംസാ പ്രസംഗം അറിയിച്ചതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ അത് വായിക്കാൻ പാടില്ല. കാര്യം ഒരു സാധാരണ പാർട്ടിക്കാരൻ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. യോഗി ആദിത്യനാഥ് നമ്മളുടെ ശത്രുവാണ് എന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് ഈ നാട്ടിലെ പിന്നെ ഓരോ CPM കാരന്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി. ശബരിമല സ്വർണ്ണക്കൊള്ള, ശബരിമല
ബന്ധപ്പെട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വന്ന സാഹചര്യത്തിൽ പത്മകുമാർ എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി. SITയുടെ പ്രതിപട്ടികയിലേക്ക് വരുന്നു. ആ സമയത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിനെതിരായി നടപടി ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റി ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് CPM അതിന് അറച്ചു നിന്നത്? പത്മകുമാറിനെതിരെ പത്മകുമാറിനെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ല? അതൊരു വലിയ പ്രശ്നമായി. അപ്പം അത് ചർച്ച ചെയ്യപ്പെടും. അപ്പം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ ഭരണവിരുദ്ധ വികാരം. അത് ഈ പറയുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട്. പാർട്ടി എവിടെയൊക്കെ പരാജയപ്പെട്ടു. ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ആർക്കും വലിയ പ്രതീക്ഷകളോ അല്ലെങ്കിൽ എല്ലാവർക്കും വലിയ മതിപ്പോ ഒന്നുമില്ല. പക്ഷെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സദാ എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം അവർക്ക് ആ തെറ്റുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തലം. എന്നാൽ ഇവിടെ കഴിഞ്ഞ മുഖ്യമന്ത്രി എല്ലാം ചെയ്തോ എന്ന് ചോദിച്ചാൽ പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ ആ ചെയ്തു കൊടുത്തതിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇവിടെ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ചില പോരായ്മകൾ വരുത്തി അത് വന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഈ ഗോവിന്ദ മാഷെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാറ്റി നിർത്തി പത്രസമ്മേളനങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിച്ചത്? പകരം M. സ്വരാജ് ആയിരുന്നല്ലോ പത്രസമ്മേളനം നടത്തിയത്. അപ്പം അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള യോഗ്യത തൽക്കാലത്തേക്ക് MV ഗോവിന്ദ മാഷിനില്ല എന്ന് പാർട്ടി വിളിച്ചോന്നതിന് തുല്യമായിരുന്നു. അതിനാണ് സ്വരാജിനെ അവിടെ പത്രസമ്മേളനത്തിന് വിട്ടത്, അല്ലാതെ ഒന്നും കാണാതെയല്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളും എടുത്ത് പരിശോധിക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം ആയിക്കോട്ടെ, ഇവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയമായിക്കോട്ടെ, സ്ഥാനാർത്ഥികളിൽ പിന്നോക്കക്കാർക്കടക്കം ന്യൂനപക്ഷക്കാർക്കടക്കം സ്ത്രീകൾക്കടക്കം പ്രാധാന്യം കൊടുക്കാത്തതായിക്കോട്ടെ, ഈ സമസ്ത വിഷയങ്ങൾ എടുത്തു വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും കേന്ദ്ര കമ്മിറ്റിയുടെ നിരീക്ഷണം വളരെ ശക്തമായിരുന്നു. PM ശ്രീ പോലെയുള്ള ഒരു വിഷയം, ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് CPI-യുമായി ചേർന്നുകൊണ്ട് ഒരു നടപടി ഉണ്ടാവാഞ്ഞത്? CPI-യുമായിട്ടൊരു മുന്നണി മര്യാദ പാലിക്കാത്ത രീതിയിൽ എന്തുകൊണ്ട് പെരുമാറി? ഇതൊക്കെ ചർച്ചയിലേക്ക് വരേണ്ട വിഷയങ്ങളാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ശക്തമായ രീതിയിൽ ചർച്ചയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഈ വരും കാലങ്ങളിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു സ്വേച്ഛാധിപത്യ മനോഭാവത്തോടു കൂടി CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ താഴേക്ക് വരേണ്ടതുണ്ട്. സ്വേച്ഛാധിപത്യ വിരുദ്ധമായി, ഫാസിസ്റ്റ് വിരുദ്ധമായി എല്ലാവർക്കും തുല്യ പങ്കാളിത്തം മാറി ചിന്തിക്കണം. ജനാധിപത്യപരമായി മുന്നോട്ട് പോകേണ്ട ഒരു പാർട്ടിയാണ് CPM. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനത്തിന് ഇഷ്ടപ്പെടില്ല, പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും. അതിലൂടെ ഈ പറയുന്ന CPM-ൻ്റെ തകർച്ചയിലൂടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തകർച്ചയിലൂടെയോ ഉണ്ടാകാൻ പോകുന്നത് NDA പോലൊരു മുന്നണിയുടെ വളർച്ചയാണെന്നും നമുക്ക് പറയാൻ കഴിയും.